ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്ന് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു വെള്ളക്കടലക്കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഈ രീതിയിൽ മസാല തയ്യാറാക്കി കടലക്കറി ഉണ്ടാക്കിയാൽ നിമിഷ നേരം കൊണ്ട് കറിപ്പാത്രം കാലിയാകും. രുചി കൊണ്ട് കറി കോരി തിന്നു തീർക്കും. ഇത് ഭട്ടൂരയ്ക്ക് മാത്രമല്ല, ചോറിനും പുട്ടിനും അപ്പം ഇടിയപ്പം എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുപോലെ ഉണ്ടാക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതുപോലെ തന്നെ കടലക്കറി ഉണ്ടാക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 250 ഗ്രാം വെള്ളക്കടല 7-8 മണിക്കൂർ കുതിർത്തിയതാണ്. അത് വെള്ളത്തോടു കൂടി ഇട്ട് കൊടുക്കാം. കടലയുടെ മുകളിൽ നിൽക്കുന്ന അത്രയും പാകത്തിന് വെള്ളം ഒഴിക്കണം. ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുക്കർ അടച്ച് പാകത്തിന് വേവിച്ചെടുക്കണം. നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ അളവനുസരിച്ച് പാകത്തിന് വേവിച്ചെടുക്കുക. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുക. എന്നിട്ടൊന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ചൂടാക്കാം. പേസ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വേണം ഇത് ചൂടാക്കാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയായി അരിഞ്ഞതും ചേർക്കാം കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് 2 വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 2 പച്ചമുളക് വലുതായി കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. സവാളയൊക്കെ ഒന്ന് നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. സവാള നല്ല സോഫ്റ്റായി കഴിയുമ്പോൾ ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 3/4 ടീസ്പൂണോളം ഗരം മസാലപ്പൊടി. ഇനി ചേർക്കാൻ പോകുന്നത് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആണ്. 1 ടീസ്പൂൺ നിറയെ ചിക്കൻ മസാലപ്പൊടി ചേർക്കാം. 3/4 ടീസ്പൂൺ ചന മസാല പൗഡറും കൂടി ചേർക്കാം. ചന മസാല പൗഡർ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് നമുക്ക് പാക്കറ്റുകളിൽ ലഭ്യമാണ്. ഈ ചിക്കൻ മസാല പൗഡറും ചന മസാല പൗഡറും ചേർത്തുണ്ടാക്കുന്ന ഈ കടലക്കറിക്ക് അപാര ടേസ്റ്റാണ് കേട്ടോ. സാധാരണ കടലയും നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കാവുന്നതാണ്. മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചച്ചുവയൊക്കെ മാറിക്കഴിയുമ്പോൾ ഇതിലേക്ക് 2 വലിയ തക്കാളി പേസ്റ്റ് ആക്കിയത് ഇതിലേക്ക് ചേർക്കാം. ഞാനിത് തൊലിയോടുകൂടി പേസ്റ്റ് ആക്കിയതാണ്. കിഡ്നി പ്രോബ്ലമൊക്കെ ഉള്ളവരാണെങ്കിൽ തിളച്ച വെള്ളത്തിലിട്ട് ബ്ലാൻഡ് ചെയ്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. തക്കാളിയിലെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാര ചേർക്കുന്നത്. ഈ രീതിയിൽ പഞ്ചസാര ചേർത്താൽ പുളിയൊക്കെ ബാലൻസ് ചെയ്യും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. കുറച്ച് സ്വീറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം കേട്ടോ. തക്കാളി പേസ്റ്റിൽ വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടല വെള്ളത്തോടു കൂടി ചേർത്ത് കൊടുക്കാം. മസാലയുമായി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കടല ഈ ഗ്രേവിയിൽ കിടന്ന് നല്ലതുപോലെ കുക്കാവണം. അതിനുവേണ്ടി നമുക്ക് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളവും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. നല്ലതുപോലെ വീണ്ടും മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാം. ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പില്ലെങ്കിൽ കറിക്ക് രുചി ഉണ്ടാവില്ല. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള ഉപ്പ് ചേർക്കാൻ നോക്കുക. ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത ഉപ്പ് കറക്റ്റാണ്. ഇതിൽ ഇനി ചേർക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇനി നമുക്കിത് മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം. മീഡിയം ഹീറ്റിൽ നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് പാതി വറ്റുന്നത് വരെ കുക്ക് ചെയ്യാം. ഇപ്പോൾ ഈ കടലക്കറിയിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില തൂവി കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് 1 മിനിറ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുത്തൊന്ന് കുക്ക് ചെയ്യാം. 1 മിനിറ്റ് നല്ലതുപോലെ മീഡിയം ഹീറ്റിൽ തിളപ്പിക്കാം. ഇപ്പോൾ ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള മണമൊക്കെയാണ് വരുന്നത്. അപ്പോൾ വെള്ളക്കടല മസാലക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഗ്രേവിയൊക്കെ നല്ല കുറുകുറായാണ് ഇരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഇത് ലൂസാക്കിയും എടുക്കാം,
അധികം വറ്റുന്നതിന് മുമ്പ് എടുത്താൽ നമുക്ക് കുറച്ച് ഗ്രേവിയോട് കൂടിയ കറിയും ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കാനും നല്ലതാണ്. ഇത് ചോറിനും പുട്ടിനും ഒക്കെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെള്ളക്കടല മസാല കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.